പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ സുരേഷ് അരീക്കോട്, മുകുളം, മലയാളം. ഓണപ്പരീക്ഷ മുതൽ അല്ലെങ്കിൽ ഒന്നാം പാദവാർഷിക പരീക്ഷ മുതൽ ചോദ്യപേപ്പറിൻ്റെ ഘടനയിൽ കാര്യമായ വ്യത്യാസം ഉണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രൈമറി ക്ലാസ് മുതൽ തന്നെ ഈ ഒരു വ്യത്യാസം ഈ ഒരു ഓണപ്പരീക്ഷയോടുകൂടി തുടങ്ങും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നമ്മളിന്ന് 8, 9, 10 ക്ലാസ്സുകളിലെ ചോദ്യപേപ്പർ, മലയാളം ചോദ്യപേപ്പറിൽ വന്ന വ്യത്യാസങ്ങളാണ് നോക്കുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുക. 8ൻ്റെയും 10ൻ്റെയും ചോദ്യഘടന ഒരുപോലെയാണ്. അതേസമയം 9ൻ്റെ ചോദ്യഘടനയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി കൃത്യമായി ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കണം. A+ സ്കോറിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ വായന, അതുപോലെ ആശയഗ്രഹണം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പരിശീലിച്ച് പഠിക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് 10ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ SCERT സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 10ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ഒരു മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുടെ ഘടനയാണ് ഇന്ന് നാം ഇവിടെ ആദ്യമായി പരിശോധിക്കുന്നത്. പാഠാവലിയിൽ ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു സ്കോറാണ്. ആ 4 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്ന രീതിയിലാണ് പുതിയ ചോദ്യപേപ്പർ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അങ്ങനെ 3 × 3 9 മാർക്ക് ആണ് ഈ ഒരു 2ാം വിഭാഗത്തിലെ ചോദ്യങ്ങളിലുള്ളത്. അതിൽ 7ാമത്തെ ചോദ്യം A or B ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ എയോ അല്ലെങ്കിൽ ബിയോ മാത്രം ഉത്തരം എഴുതിയാൽ മതി. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ അരപ്പുറം കവിയാതെ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 5 സ്കോറിൻ്റെ 4 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ചോദ്യഘടനയിൽ മാറ്റമെന്ന് പറയുന്നത് ഇവിടെ ഒരു ഗദ്യഭാഗം തന്നതിന് ശേഷം അതിനെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പുതിയ ചോദ്യപേപ്പർ അല്ലെങ്കിൽ ചോദ്യപേപ്പർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം 9ാമത്തെ ഈ ഒരു വിഭാഗത്തിലെ 9ാമത്തെ ചോദ്യം ഒരു ഗദ്യഭാഗം തന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 11ാമത്തെ ചോദ്യം A or B ക്വസ്റ്റ്യൻ ആയിരിക്കും. A അല്ലെങ്കിൽ B ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളായിരിക്കും. 5 മാർക്കാണ് ഒരു ചോദ്യത്തിനുണ്ടാവുക. അതുപോലെ തന്നെ 12ാമത്തെ ചോദ്യം A or B ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേയുള്ള ചോദ്യപേപ്പറുകൾ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ടുണ്ടായിരുന്നത്. ഈ പുതിയ ചോദ്യപേപ്പറിൽ 7 മാർക്കാണ് വിശദീകരിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. 12ാമത്തെ ചോദ്യത്തിൽ A or B ക്വസ്റ്റ്യൻ ആണ്. 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്നിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. കേരള പാഠാവലിയാണെങ്കിൽ ഒരു ആസ്വാദന ചോദ്യം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 1 മുതൽ 4 വരെ 1 സ്കോർ ക്വസ്റ്റ്യൻ ആണ്. അത് 4നും നിർബന്ധമായും ഉത്തരം എഴുതണം. അതുപോലെ 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ 3എണ്ണത്തിന് ഉത്തരം എഴുതണം. 9 മാർക്കാണ് ടോട്ടൽ സ്കോർ വരുന്നത്. അതിൽ പറഞ്ഞ പോലെ 7 A or B ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. അതുപോലെ തന്നെ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളാണ്. 5 മാർക്കാണ് ഒരു ഉത്തരത്തിന് ലഭിക്കുന്നത്. അങ്ങനെയുള്ള 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിരിക്കണം. അതിൽ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിരിക്കണം. 4 × 5 20 മാർക്ക് ടോട്ടൽ സ്കോർ വരും. അതുപോലെ തന്നെ 11ാമത്തെ ചോദ്യം A or B ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. മറ്റ് ഓപ്ഷൻസ് ഒന്നും നമുക്ക് വേറെ ഇല്ല. അതുകൊണ്ട് A or B ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേതെങ്കിലും നന്നായി അറിയുന്ന ഒരു ചോദ്യത്തിന് കൃത്യമായി ഉത്തരം എഴുതുക. അതുപോലെ തന്നെ 12ാമത്തെ ചോദ്യം അടിസ്ഥാന പാഠാവലിയിലെ 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് A or B ക്വസ്റ്റ്യൻ ആണ്. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുന്ന, ഇപ്പോൾ ഉപന്യാസമോ എഡിറ്റോറിയൽ, അതുപോലെ പ്രഭാഷണം, പ്രസംഗം പോലെയുള്ള വിശദീകരിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്.
7 മാർക്കാണ് ഒരു ചോദ്യത്തിനുള്ളത്. എ ഓർ ബി ക്വസ്റ്റ്യൻ ആണ്. അതിലേതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയാകും. ഇനി നമ്മൾ 8ൻ്റെ ചോദ്യം നോക്കാം. 8ഉം 10ഉം ഒരേ ഘടനയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 8 പറഞ്ഞതിന് ശേഷം അവസാനം 9ൻ്റെ ചോദ്യങ്ങളുടെ രൂപം പറയും. 8ഉം ഇതേപോലെ തന്നെ 1 മുതൽ 4 വരെ ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം എഴുതേണ്ടതാണ്. ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ചോയ്സ് ഇല്ല. 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതുപോലെ 5 മുതൽ 7 വരെ ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾക്ക് നിർബന്ധമായി ഉത്തരം എഴുതിയിരിക്കണം. 3 ഗുണം 3 9 മാർക്കാണ് ഇവിടെ ലഭിക്കുക. അതിൽ പറഞ്ഞ പോലെ 7 എ ഓർ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. നന്നായി അറിയുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഇനി 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളാണ്. 5 സ്കോറാണ് ഒരു ചോദ്യത്തിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതണം. 5 മാർക്കുള്ള ഈ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 4 ഗുണം 5 20 സ്കോറാണ് ടോട്ടൽ സ്കോർ വരുന്നത്. ഇതിൽ 9ാമത്തെ ചോദ്യം ഒരു ഗദ്യഭാഗം തന്നിട്ട് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ആശയഗ്രഹണം, പാഠഭാഗങ്ങൾ വായിച്ചു, അതുപോലുള്ള ഇത്തരത്തിലുള്ള ഖണ്ഡികകൾ വായിച്ച് ആശയം ഗ്രഹിച്ച് ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് പരിശീലിക്കണം. അതുപോലെ 12ാമത്തെ ചോദ്യവും ഒരു പുറത്തിൽ കവിയാതെ വിശദീകരിച്ച് ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 7 സ്കോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതും എ ഓർ ബി ക്വസ്റ്റ്യൻ ആണ്. 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. 7 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിനായിട്ടുണ്ടാവുക. അതും ഈ പറഞ്ഞ പോലെ കേരള പാഠാവലിയിൽ 1 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ 8ലെ അടിസ്ഥാന പാഠാവലിയിലേക്ക് വരുമ്പോൾ 1 മുതൽ 4 വരെ നിർബന്ധമായിട്ട് മുഴുവനായിട്ട് ഉത്തരം എഴുതേണ്ടുന്ന 4 ചോദ്യങ്ങളാണ്. അതുപോലെ 5 മുതൽ 7 വരെ ചോദ്യങ്ങളിൽ 3 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അതിൽ 7ാമത്തെ ചോദ്യം എ ഓർ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ എയോ അല്ലെങ്കിൽ ബിയോ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളാണ്. അതിൽ 5 സ്കോറാണ് ഒരു ചോദ്യത്തിൽ ലഭിക്കുന്നത്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 4 ഗുണം 5 20 സ്കോറാണ് ടോട്ടൽ സ്കോർ വരുന്നത്. ഇതിൽ 10ാമത്തെ ചോദ്യം, അതായത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 10ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഗദ്യഭാഗമാണ്. ഒരു ഖണ്ഡിക തന്നതിന് ശേഷം അതിനെ അടിസ്ഥാനമാക്കി 1+2+2 5 മാർക്കിന് ഉത്തരം എഴുതേണ്ടുന്ന ചെറിയ ചോദ്യങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഖണ്ഡിക വായിച്ച് കൃത്യമായിട്ട് ഉത്തരം എഴുതുന്ന രീതിയിൽ നിങ്ങൾ ഒരു പരിശീലനം നടത്തേണ്ടതുണ്ട്. അതുപോലെ 11ാമത്തെ ചോദ്യവും എ ഓർ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 12ാമത്തെ വിശദീകരിച്ച് ഉത്തരം എഴുതേണ്ടുന്ന ഒരു ചോദ്യമാണ് അടിസ്ഥാന പാഠാവലിയിൽ വരുന്നത്. അതിന് എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഏറ്റവും നന്നായി അറിയുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറിൻ്റെ മാതൃകയാണ് പരിശോധിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 8ലും 10ൽ നിന്നും വ്യത്യസ്തമായി കാര്യമായ മാറ്റങ്ങൾ ചോദ്യത്തിൻ്റെ പാറ്റേണിലുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെയും 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതുണ്ട്. 1 മാർക്കാണ് ഒരു ചോദ്യത്തിനുള്ളത്. ടോട്ടൽ സ്കോർ 4ആണ്. പിന്നെ വരുന്നത് 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യത്തിന് 2 സ്കോറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ എ ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സ്കോറിൻ്റെ ഒരു ചോദ്യ പാറ്റേൺ 9ാം ക്ലാസ്സിൽ വരുന്നുണ്ട്. പിന്നീട് വരുന്നത് 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളാണ്. 5 സ്കോറാണ് ഇവിടെ ഒരു ചോദ്യത്തിൽ ലഭിക്കുന്നത്. മുൻകാല ചോദ്യപേപ്പറുകളിൽ 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളായിരുന്നു എഴുതേണ്ടിയിരുന്നത്. ഇപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 5 സ്കോറും 4 ചോദ്യങ്ങളുമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ 6ാമത്തെ ചോദ്യം വരുന്നത് എ ഓർ ബി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എയോ ബിയോ ഏതെങ്കിലും ഒരു ചോദ്യം മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 9ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഒരു കഥാഭാഗം അല്ലെങ്കിൽ ഒരു ഗദ്യഭാഗം തന്നിട്ട് അതിനെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയാണ്. അപ്പോൾ ഒരു ചോദ്യം വായിച്ചിട്ട് അതിൽ നിന്ന് കൃത്യമായ ഉത്തരം ആ ഖണ്ഡികയിൽ നിന്ന്
കണ്ടെത്തുന്ന രീതിയിലാണ് ചോദ്യപേപ്പർ ക്രമീകരിച്ചിട്ടുള്ളത്. പഴയ രീതിയിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പേ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് പരിശീലനം നേടി നല്ല സ്കോർ നേടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 10 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളാണ്. 9ാം ക്ലാസ്സിൽ ഈ ഒരു വിഭാഗത്തിൽ 7 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ 2 ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ചോദ്യം എ ഓർ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം എ ഓർ ബി ക്വസ്റ്റ്യനിൽ ഒന്ന് നിർബന്ധമായി എഴുതണം, മറ്റത് വേറെയും നിങ്ങൾ എഴുതേണ്ടതുണ്ട്. 10ഉം 11 ഉള്ളതിൽ 10 എ ഓർ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും, 11 വേറൊരു ചോദ്യം ഉണ്ടാവും. അപ്പം ടോട്ടൽ 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതണം. എ ഓർ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായും എഴുതിയിരിക്കണം. ഇനി നമ്മൾ 9ൻ്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് വരികയാണെങ്കിൽ 1 മുതൽ 4 വരെ എല്ലാ ചോദ്യങ്ങൾക്കും നിർബന്ധമായി ഉത്തരം എഴുതിക്കണം. അവിടെ ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ചോയ്സ് ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയിൽ 5 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യമാണ്, 2 എണ്ണത്തിന് ഉത്തരം എഴുതിയിരിക്കണം. അതിൽ 6ാമത്തെ ചോദ്യം എ ഓർ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിലവിടെ ഒരു ഓപ്ഷൻ കിട്ടും. ഏറ്റവും നന്നായി അറിയുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. എ ഓർ ബി എന്ന് പറയുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായും എഴുതിയിരിക്കണം. അങ്ങനെ 2 ഗുണം 3 6 മാർക്കിൻ്റെ ഒരു ചോദ്യ പാറ്റേണാണ് ഇവിടെ വരുന്നത്. പിന്നീട് 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ് 4 5 വാക്യത്തിൽ ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങൾ. 4 മാർക്കാണ് ഒരു ചോദ്യത്തിന് ഉള്ളത്. ഇപ്രകാരം 4 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അതിൽ തന്നെ 10ാമത്തെ ചോദ്യം എ ഓർ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായി എഴുതുക. ഏറ്റവും നന്നായി അറിയുന്ന ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നീട് 11ാമത്തെ ചോദ്യം വരുന്നത് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുന്ന ഒരു ചോദ്യമാണ്. 7 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് നൽകിയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. എ ഓർ ബി ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും നന്നായി അറിയുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. പിന്നീട് 12ാമത്തെ ഒരു ചോദ്യം വരുന്നത് കുറച്ച് വലിയൊരു പാരഗ്രാഫാണ്. 7 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ ഖണ്ഡിക വായിച്ച് മനസ്സിലാക്കിയ ശേഷം താഴെ നൽകിയിട്ടുള്ള 1+2+2+2 ഈ പാറ്റേണിലെ ചോദ്യങ്ങളായിരിക്കും. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ, ഇങ്ങനെ 7 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഈ 12ാമത്തെ പാരഗ്രാഫിൻ്റെ താഴെ നൽകിയിരിക്കുക. അപ്പോൾ ഖണ്ഡിക നന്നായി വായിച്ച് മനസ്സിലാക്കി കൃത്യമായി ഉത്തരം എഴുതുന്ന കുട്ടികൾക്ക് മുഴുവൻ സ്കോറും ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചോദ്യപേപ്പർ. അപ്പോൾ ഇവിടെ 7 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ അടിസ്ഥാന പാഠാവലിയിലും വരുന്നുണ്ട്. അതുപോലെ 9ൻ്റെ കേരള പാഠാവലിയിലും 7 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മാർക്ക് പാറ്റേൺ 9ാം ക്ലാസ്സിൽ മാത്രമേ വരുന്നുള്ളൂ. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.